ഹായ് കൂട്ടുകാരി, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ വെച്ചിട്ട് പാലിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാലിറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് പശുവിന് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്നത്തെ പോലെ നമ്മുടെ പോത്തിൻ്റെ അവിടെ ക്ലീനിങ് പരിപാടി തുടങ്ങണം കേട്ടോ. അത് നമുക്ക് പശുക്കുട്ടിയുണ്ട്, വൈക്കോലിട്ട് കൊടുത്ത് അവളും തിന്നുണ്ട്, അമ്മ പശുവും തിന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് കറന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവർക്കിപ്പോൾ വൈക്കോലിട്ടൊക്കെ കൊടുത്തിട്ടാണ് കറക്കുന്നത്. എൻ്റെ ശബ്ദം ഒത്തിരി ചേഞ്ച് ചെയ്യില്ല. ഇപ്പോൾ ചുക്ക് ചായ കുടിക്കണം, ചുക്ക് ചായ കുടിച്ച് ഓക്കെയാവും. എൻ്റെ വെള്ളമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ പാല് ബക്കറ്റും പാത്രവും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്ലീനിങ് പരിപാടി തുടങ്ങണം. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അത് അടിക്കുക, പാല് ഇറക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ മെയിൻ സാധനമാണ് കൊതുക് തിരി കിട്ടുക. അതില്ലാണ്ട് ഇവിടെ ഒരു കാര്യം നടക്കില്ല. മസ്റ്റായിട്ട് കൊതുക് തിരി വേണം. കൊതുക് തിരി ഇല്ലെങ്കിൽ കൊതുകിന് തലേന് നമുക്ക് സമയം ഉണ്ടാവും കേട്ടോ. ആശാമരും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ രാവിലെ എണിച്ചിട്ടുള്ള പരിപാടിയാണ് ഇതാ പാല് ഇറക്കൽ കേട്ടോ. അപ്പോൾ സ്ഥിരം നമ്മൾ രാവിലെ എണിച്ചിട്ട് പാല് ഇറക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ സൊസൈറ്റിയിൽ 2 ദിവസം ഒഴിച്ചപ്പോഴും നമുക്ക് പ്രതീക്ഷിച്ചതിനെയും കാട്ടി പാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പു കറക്കുന്നുണ്ട്, അപ്പു ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് കറക്കുന്ന ആ കുറച്ച് പാലില്ലേ, നമ്മൾ വിചാരിക്കും കാമ്പിലൊന്നുമില്ല എന്നുകൊണ്ട് ആ കുറച്ച് കിട്ടുന്ന പാലില്ലേ, അതിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ളത്. അതുകൊണ്ട് നമുക്ക് രാവിലെ ഒഴിക്കുമ്പോൾ എപ്പോഴും കൊഴുപ്പ് കിട്ടും. നമുക്ക് ഈ ഇടയ്ക്ക് പാല് അകിടുവെക്കം വന്ന സമയത്ത് പാല് 38 രൂപയായില്ലേ പോവും. 40ൻ്റെ താഴത്തേക്ക് ഞങ്ങൾക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. അകിടുവെക്കം വന്ന സമയത്ത് പാല് ശരിക്കും വെള്ളം പോലെയായിട്ട് നമുക്ക് 38 രൂപയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ സൊസൈറ്റിയിലുള്ളവരെന്നെ ചോദിക്കുകയുണ്ടായി, എന്താണ് ഇത്രയും കുറവായിരിക്കണത് എന്ന് പറഞ്ഞിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അത് അകിടുവെക്കം വന്നു കഴിഞ്ഞാൽ ആ പാലിന് വേറെ അകിടിക്കൊക്കെ ബാധിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ക്വാളിറ്റി കുറയും. പിന്നെ നമ്മൾ നാടൻ പശുക്കളുടെ വീഡിയോ ചെയ്യാം കേട്ടോ. നാടൻ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അടുത്തൊക്കെ കൂടുതലും വളർത്തുന്നത് നാടൻ പശുക്കളാണ്. അല്ലെ ആ ഒരു വീട്ടിൽ വളർത്തുന്ന നാടൻ പശുക്കളാണ് കേട്ടോ. അത്യാവശ്യം നല്ല പാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഈ പശുവിനേക്കാളും, അതായത് എച്ചപ്പ് പശുവില്ലേ, ഇത് ക്രോസ് എച്ചപ്പാണ് കേട്ടോ. ഈ പശു നമ്മുടെ എച്ചപ്പ് പശു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാല് കുറച്ച് വെള്ളം പോലെ ആയിരിക്കും. നമുക്കതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനെയും കാട്ടി കൂടുതലായിരിക്കും നാടൻ പശുവിൻ്റെ പാലില്ലേ, അതിന് കൊഴുപ്പ് നല്ല കൂടുതലായിരിക്കും കേട്ടോ. ഈ പശുവിനെക്കാട്ടി ഞങ്ങളുടെ വീട്ടിലുള്ള സമയത്ത്, എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മളുടെ അവിടെ ശരിക്കത്തെ എച്ചപ്പിൻ്റെ പശു ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ആ പശുവിൻ്റെ പാലും ഞങ്ങളുടെ അടുത്ത വീട്ടിൽ അവർ നാടൻ പശുവാണ് വളർത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാലും ഞങ്ങളുടെ കൂടെയാണ് അവരും പാൽ ഒഴിക്കാൻ വരിക സൊസൈറ്റിക്ക്. ആ സമയത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് 40 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് 45-48 രൂപ അങ്ങനെയായിരിക്കും കിട്ടുക. കാരണം പശുവിൻ്റെ പാലിന് ഭയങ്കര കൊഴുപ്പായിരിക്കും. ഞങ്ങൾക്ക് അതിശയം തോന്നും, കാരണം പാലില്ലേ റബ്ബർ പോലെ ഇരിക്കും, അത്രയും കട്ടി പാലായിരിക്കും. പക്ഷേ നമ്മുടെ എച്ചപ്പിൻ്റെ പശുവിൻ്റെ പാല് പറഞ്ഞാൽ വെള്ളം പോലെ ആയിരിക്കും കേട്ടോ. അത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എച്ചപ്പും സാധാ പശുവിൻ്റെ പാലില്ലേ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. പക്ഷേ എച്ചപ്പിന് വേണമെങ്കിൽ നമുക്ക് പാലിൻ്റെ അളവ് കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സാധാ പശുവിന് ഒരു 5 ലിറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 7 ലിറ്ററൊക്കെ ആയിരിക്കും കിട്ടുക. അങ്ങനെയുള്ളൊരു വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഈ കട്ടിയും കൊഴുപ്പൊക്കെ കിട്ടുന്നത് നമ്മുടെ നാടൻ പശുവിനായിരിക്കും കേട്ടോ കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ നാടൻ പശുവിനെ നമുക്ക് നോക്കാനും ഭയങ്കര കുഴപ്പമില്ല. കാരണം നാടൻ പശുവിനെ നോക്കുക പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ എവിടെ വേണേൽ മേയ്ക്കാൻ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ അതിന് അസുഖം വന്നാലും നമുക്ക് അത്ര വലിയ റിസ്ക് ഇല്ല. പക്ഷേ ഇങ്ങനത്തെ തരം പശുക്കൾ, അതായത് എച്ചപ്പിൻ്റെ പശുക്കളാവുമ്പോൾ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാലും ഭയങ്കര ശ്രദ്ധിക്കണം. കാരണം എന്താണ്, അവർക്ക് പെട്ടെന്ന് അസുഖം വരികയും ചെയ്യും. ഇത്തിരി അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലുള്ള ടൈപ്പാണ് എച്ചപ്പിൻ്റെ പശുക്കളൊക്കെ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എച്ചപ്പിൻ്റെ പശുവിൻ്റെ കുട്ടി വലുതായിട്ട് നമ്മൾ കയറൊക്കെ കെട്ടിയിട്ടാണ് വലിച്ചെടുത്തത്. നാടൻ പശുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറയില്ലേ, അമ്മമാർ പണിക്കൊക്കെ പോയിട്ടാണ് 4-5 പ്രസവം പ്രസവിച്ചത്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല അറിയില്ല. അതുപോലെയാണ് നാടൻ പശുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രസവം നടക്കണതേ അറിയില്ല. എൻ്റെ വീടിൻ്റെ അവിടെ എപ്പോഴും
ഞങ്ങളുടെ അവിടുത്തെ പശു പ്രസവിക്കുമ്പോൾ നാട്ടിലുള്ള ആൾക്കാർ മൊത്തം പറയും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പ്രസവിക്കാൻ പറ്റാണ്ട് ഡോക്ടറെയൊക്കെ വിളിച്ച് വരുത്തി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അവർക്ക് ചിലപ്പോൾ രാവിലെയൊക്കെ പെയിൻ വന്നു കഴിഞ്ഞാൽ പ്രസവിക്കുന്നത് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും. അത്രയും സമയമൊക്കെ പശു കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടും കുട്ടി പുറത്ത് വരാണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് പലതവണ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ നാടൻ പശുക്കളാണ്, തൊട്ടപ്പുറത്തൊക്കെ നാടൻ പശുക്കളാണ്. അവർ ഇതുപോലെ ചെനയായിട്ടുള്ള മാടുകളായിരിക്കും. അവർ പറയാം, ഞങ്ങൾ രാവിലെ എനിക്ക് നോക്കുമ്പോൾ അമ്മ പശു കുട്ടീനെയും നക്കിയിട്ട് കിടക്കണമെന്ന് പറയും. കാരണം അത് പ്രസവിച്ചത് തന്നെ വീട്ടുകാർ തന്നെ അറിയില്ല എന്നുള്ള രീതിക്ക് അവർ പറയണം. അത് ഒരു വീട്ടിലേ നല്ല കേട്ടോ, 2-3 വീട്ടുകാരും സെയിം അതേ പറഞ്ഞത്. അവർ പറയാം, നിങ്ങളുടെ പശു എപ്പോഴും പ്രസവിക്കുമ്പോഴും ഇങ്ങനൊരു പ്രശ്നം, കുട്ടി വരാത്തൊരു പ്രശ്നം, കുട്ടി വെയിറ്റ് കൂടിയിട്ടുമുണ്ട്, കുട്ടി വെയിറ്റ് കൂടാണ്ടുള്ള സാഹചര്യത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നാടൻ പശുക്കൾ പറഞ്ഞാൽ അങ്ങനെയാണ്, അവർ പെട്ടെന്ന് പ്രസവമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും, നല്ല ആരോഗ്യം ഉണ്ടാവും കേട്ടോ. നമ്മളുടെ എച്ചപ്പിൻ്റെ പശുവിനെക്കാട്ടി കുറച്ചും കൂടെ ആരോഗ്യം ഉണ്ടാവും അത് നാടൻ പശുക്കൾക്ക്. ഇവർക്ക് പറഞ്ഞാൽ കുറച്ച് നല്ല ശ്രദ്ധ കൊടുക്കണം. അതാണ് നമ്മുടെ എച്ചപ്പിൻ്റെ പശുക്കളും നാടൻ പശുക്കളും തമ്മിലുള്ളൊരു വേരിയേഷൻ കേട്ടോ. അപ്പോൾ ഇതാ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലാഷിൻ്റെ ഒരു വെട്ടക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് പോയി ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത വീഡിയോസ് എന്നൊന്നും ഇടുന്നില്ല എന്ന് വെച്ചിട്ടാണ്, നമ്മളൊരു ഡെയിലി ഒരേപോലെ വീഡിയോസ് ഇടണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ പോത്തുകളുടെ വീഡിയോസും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ എല്ലാവരും കണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ് കഴിഞ്ഞിട്ട് വരാം. അതാ നമ്മുടെ പാല് കറന്ന് കഴിയാറായിട്ടാ. അതാ ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിരിക്കണം. അപ്പം എന്നെ വെറുതെ കുട്ടണം. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈക്കോലിട്ടതിൻ്റെ കടലാസൊക്കെ വലിച്ച് കീറിയിട്ടാ നമ്മുടെ ഗുണ്ടച്ചൻ. നോക്ക് കുത്തും ഞാൻ അവിടെ വന്നു. അതുകൊണ്ട് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ പാല് ഇറക്കുന്നൊരു വീഡിയോ. അപ്പോൾ കുഞ്ഞു വീഡിയോന് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. ലൈറ്റ് ഓഫ് ചെയ്തു കേട്ടോ, അതാണ് ഇരുട്ടായിട്ട് പറയുന്നത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.